എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. അപ്പോൾ ഇന്ന് കർക്കിടക കഞ്ഞിയാണ് കേട്ടോ ഞാൻ തയ്യാറാക്കുന്നത്. ഒരു പാൽക്കഞ്ഞി, പെട്ടെന്ന് തയ്യാറാക്കാവുന്ന സിമ്പിളായിട്ടുള്ള ഒരു പാൽക്കഞ്ഞിയാണ്. ഇതിനൊരുപാട് സംഭവങ്ങളൊന്നും ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ. ജീരകം മാത്രമേ ഉള്ളൂ ഇതിന് ചേർത്തിട്ടുള്ളത്. പിന്നെ പശിൻ ബാവുലിലാണ് കേട്ടോ ഞാനിതിന്ന് തയ്യാറാക്കുന്നത്. ഉണക്കലരിയാണ് കേട്ടോ ഞാൻ എടുത്തത്. ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകിയിട്ട് ഒരു 20 മിനിറ്റ് നേരം വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു കുക്കർ വെച്ചെടുക്കാം. അതിലേക്ക് അരി ഒന്നും കൂടി കഴുകിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 2 ഗ്ലാസ് വെള്ളവും പിന്നെ ഒരു 3 ഗ്ലാസ് പാലും കൂടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി വേണ്ടത് ജീരകമാണ്. ഒരു 1/2 ടീസ്പൂൺ ജീരകം കല്ലേൽ വെച്ചിട്ട് ഒന്ന് ചതച്ച് പൊടിച്ചെടുത്തതാണ്. അതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് കുക്കർ അടച്ച് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ 2 വിസിൽ അടുപ്പിച്ചെടുത്തിട്ട് പിന്നെ നമുക്കൊരു 10 മിനിറ്റ് നേരം സ്ലോ കുക്കിൽ ഒരു 3-4 വിസിലും കൂടി അടുപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ പ്രഷറൊക്കെ പോയി നന്നായിട്ട് ഒന്ന് തണുത്തിട്ടുണ്ട്. അപ്പോൾ ദാ ഈ ഒരു പരുവത്തിലാണ് കേട്ടോ നമ്മുടെ പാൽക്കഞ്ഞി കിട്ടിയിരിക്കുന്നത്. ഇനി കുറച്ചും കൂടി പാല് ചേർത്തിട്ട് നമുക്കിതൊന്ന് ലൂസാക്കി കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 3 കപ്പ് പാല് ഞാൻ തിളപ്പിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ചേർക്കുന്നത് റെക്കോർഡായില്ല കേട്ടോ, അതുകൊണ്ടാണ് കേട്ടോ കാണിക്കാത്തത്. ഇനി ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായില്ല. അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ അതാ ഈ ഒരു ലൂസിലാണ് കേട്ടോ നമ്മൾ പാൽക്കഞ്ഞി എടുക്കുന്നത്. ഇനി ഇതാ ഇത്രയേ ഉള്ളൂ. പെട്ടെന്ന് നമ്മുടെ പാൽക്കഞ്ഞി റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു സെർവിങ് ബൗളിലേക്ക് ഒഴിച്ചെടുക്കാം. ഇത് വേണമെങ്കിൽ ചുട്ട പപ്പടവും അച്ചാറൊക്കെ കൂട്ടിയിട്ട് വേണമെങ്കിൽ കഴിക്കാം. അല്ലെങ്കിൽ ഇതാ ഇതുപോലെ തേൻ കൂട്ടിയിട്ടാണെങ്കിലും പാൽക്കഞ്ഞി കുടിക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ തേൻ കൂട്ടി പാൽക്കഞ്ഞി കുടിക്കാനായിട്ട്. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് പാൽക്കഞ്ഞി അച്ചാർ കൂട്ടിയിട്ടോ തേൻ കൂട്ടിയിട്ടൊക്കെ കഴിക്കാം. ഇതിൽ നമുക്ക് അല്പം ഉലുവയും ഔഷധക്കൂട്ടങ്ങളൊക്കെ ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ഔഷധക്കൂട്ടമൊന്നും ഇല്ലാത്തതുകൊണ്ട് ജീരകം മാത്രമാണ് കേട്ടോ ചേർത്തിരിക്കുന്നത്. എങ്ങനെയാണെങ്കിലും അടിപൊളി ടേസ്റ്റാണ്. ഈ കർക്കിടകത്തിന് ഈ ഒരു കൂട്ട് പാൽക്കഞ്ഞി തയ്യാറാക്കി നോക്ക്. നല്ല വിഭവങ്ങളായിട്ട് വരുന്നത് വരെ പോയിട്ട് വരാം.